Hello everybody, so welcome back to the Atomic Literature. So today in this episode we are going to discuss a very famous short story by Italo Calvino and the name is Mushrooms in the City. And in this particular short story, before moving on to the short story, we will have a quick insight about the writer Italo Calvino. So Italo Calvino is an Italian writer and a journalist. അദ്ദേഹത്തിന്റെ ഫേമസ് ഉള്ള ബെസ്റ്റ് വർക്കുകൾ എന്ന് പറയുന്നത് അവർ ആൻസസ്റ്റേഴ്സ് ട്രിലോജി, ദ കോസ്മിക് കോമിക്സ്, പിന്നെ ഇൻവിസിബിൾ സിറ്റീസ് എന്ന് പറയുന്ന ഒരു നോവൽസ് ഉണ്ട്, പിന്നെ ഇഫ് ഓൺ എ വിന്റേഴ്സ് നൈറ്റ് ട്രാവലർ എന്ന് പറയുന്ന മറ്റൊരു നോവൽ. അങ്ങനെ അതൊക്കെയാണ് അദ്ദേഹത്തിന് കുറച്ച് ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് എന്ന് പറയുന്നത്. പിന്നെ ഇദ്ദേഹം എന്ന് പറയുന്നത് ഫോളോയിങ് ദ വേൾഡ് വാർ II നമ്മുടെ ഓഥർ റോസ് ടു റിനോൺ ആസ് വൺ ഓഫ് ദി ഇറ്റലീസ് മോസ്റ്റ് ഇല്ലസ്ട്രിയസ് ഷോർട്ട് സ്റ്റോറി ഓതേഴ്സ് എന്നുള്ള രീതിയിൽ കണക്കാക്കാൻ തുടങ്ങി. അദ്ദേഹം he often concealed his controversial governmental views in his written works by his deliciously austere plots and stately characters. അദ്ദേഹത്തിന്റെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഗവൺമെന്റൽ വ്യൂസ് എല്ലാം അദ്ദേഹത്തിന്റെ വർക്ക്സിലെ ക്യാരക്ടറിലൂടെയും പ്ലോട്ടിലൂടെയും എല്ലാം വളരെ ബ്യൂട്ടിഫുള്ളി പ്രസന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ഫീച്ചർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. His tales are perhaps the embodiment of multiple layer literature. Multiple layer literature എന്നുള്ള ഒരു പെർട്ടിക്കുലർ ഒരു കാര്യം നമുക്ക് ഇദ്ദേഹത്തിന്റെ വർക്ക്സിൽ നമുക്ക് കാണാൻ സാധിക്കും. In his enduring short story Mushrooms in the City, അതിനകത്ത് അദ്ദേഹം he symbolically contrasts the dangers of capitalism and the safety of socialism. ഇത് രണ്ടുമാണ് അതിൻ്റെ അകത്ത് ബേസിക് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു Mushrooms in the City എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിക്കകത്ത് ഒരു ബേസിക് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു തീം അല്ലെങ്കിൽ ഒരു പ്ലോട്ട് നമുക്ക് പറയാവുന്നത്. ഇനി നമുക്ക് നോവലിലേക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഈ ഒരു നോവലിന്റെ ആദ്യം നമുക്കൊരു സബ് പ്ലോട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ഈ ഒരു നോവൽ എന്ന് പറയുന്നത് ഇതിനകത്തെ മെയിൻ ക്യാരക്ടർ ദ പ്രൊട്ടഗോണിസ്റ്റ് ഓഫ് ദിസ് നോവൽ എന്ന് പറയുന്നത് മാർക്കോ വാൽഡോ എന്ന് പറയുന്ന ഒരു പുള്ളിയാണ്. അദ്ദേഹത്തിന്റെ ഫാമിലി, ഹി ഹാസ് എ ഫാമിലി ആൻഡ് ചിൽഡ്രൻ, അദ്ദേഹം ഭാര്യ മക്കളൊക്കെ ഉള്ളൊരു ആളാണ് ഈ ഒരു മാർക്കോ വാൽഡോ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഷോർട്ട് സ്റ്റോറിക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ ഒരു ഷോർട്ട് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നപ്പോൾ തന്നെ നമുക്ക് പറയാം, ദ വിൻഡ് എന്ററിങ് എ ടൗൺ ഫ്രം ഫാർ അവേ ഇറ്റ് ബ്രിങ്സ് അൻ അക്കസ്റ്റംഡ് ഗിഫ്റ്റ്. അതിനകത്ത് പല അങ്ങനത്തെ കാര്യങ്ങൾ പറയാം. അപ്പൊ അങ്ങനെ ഒരു ദിവസം വൺ ഡേ ഗസ്റ്റ് ഓഫ് വിൻഡ് ഒരു സിറ്റിയുടെ ഫ്ലവർ ബെഡിലേക്ക് സ്പോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ അതെല്ലാം എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ മാർക്കോ വെള്ളോ എന്ന് പറയുന്ന ലേബറർ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പം മാർക്കോ വെള്ളോയിൽ കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും നമ്മുടെ കൺമുന്നിൽ എപ്പോഴും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എപ്പോഴും ഹുക്ക് ആയിപ്പെടുന്നത്, നമ്മളെപ്പോഴും നോട്ടീസ് ചെയ്യുന്നത്. ഈവൻ അപ്പം ആളുകളെല്ലാം അല്ലെങ്കിൽ ഇപ്പം പൊതുവെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇപ്പൊ ഈവൻ ഇഫ് ഇറ്റ് ഇസ് പോസ്റ്റേഴ്സ്, ട്രാഫിക് ലൈറ്റ്സ്, ഇല്ല ഷോപ്പിന്റെ വിൻഡോസ് ആയിക്കോട്ടെ, പബ്ലിക് ആയിട്ടുള്ള നോട്ടീസസ് ആയിക്കോട്ടെ, അതെല്ലാം ഇറ്റ് ഇസ് സ്പെഷ്യലി ഡിസൈൻ ടു അട്രാക്ട് പീപ്പിൾ. പക്ഷെ നമ്മൾ മാർക്കോ വെൽഡോ ഇതൊന്നും കാണാറില്ല. മാർക്കോ വെൽഡോ മറിച്ച് കാണുന്നത് എന്താണ്, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അൺയൂഷ്വൽ തിങ്സ്, അതായത് നമ്മൾ നോട്ടീസ് ചെയ്യും എന്ന് കരുതാത്ത അൺയൂഷ്വൽ തിങ്സ് ആണ് നമ്മുടെ മാർക്കോ വെൽഡോ എന്ന് പറയുന്ന ലേബറർ എപ്പോഴും നോട്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹത്തിനോട് വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ പോയിന്റ് ഔട്ട് ചെയ്യപ്പെട്ട ഒരു ഫീച്ചർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഹീസ് എൻ എക്കോ അവയർനെസ് എന്നുള്ളൊരു ക്വാളിറ്റി അദ്ദേഹത്തിലുണ്ട്. അതായത് ഹി സീസ് ദ അൺയൂഷ്വൽ തിങ്സ് ആൻഡ് ദ മൊമെന്റ് ഓഫ് സീയിങ്, അതായത് സ്മോളർ ആൻഡ് ലാർജർ പാറ്റേൺസ് ഓഫ് നേച്ചർ, അതാണ് അദ്ദേഹത്തിന്റെ കണ്ണിൽ എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നത്. മറ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല അദ്ദേഹത്തിന്റെ കണ്ണിൽ ശ്രദ്ധിക്കപ്പെടുന്നത്, ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ. സോ ദ നറേറ്റർ ഹിയർ യൂസസ് മഷ്റൂംസ് ആസ് എ നറേറ്റീവ് സ്ട്രാറ്റജം ടു ഹൈലൈറ്റ് ദ ഗെയിം ഓഫ് സർവൈവൽ ഇൻ ദ റെപ്രസെന്റേഷൻ ഓഫ് ലാൻഡ്സ്കേപ്പ്. അപ്പൊ ഇവിടെ ഈ ഒരു സ്റ്റോറിക്കകത്ത് അതിൻ്റെ അകത്ത് ഒരു നേച്ചറിന്റെ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കണ്ണിൽ അദ്ദേഹം നോട്ടീസ് ചെയ്യപ്പെടുന്നത് മഷ്റൂംസ് ആണ്. ഇൻ ദ ടൈറ്റിൽ ഇറ്റ് സെൽഫ് മഷ്റൂംസ് ഇൻ ദ സിറ്റി. ആ മഷ്റൂം എന്ന് പറയുന്ന ആ ഒരു കാര്യമാണ് ഇദ്ദേഹത്തിനെ ഈ ഒരു സ്റ്റോറിയിൽ ഇദ്ദേഹത്തിന്റെ കണ്ണിൽ അദ്ദേഹം കാണുന്നത്. ഇനി നമുക്ക് ഇതിനകത്തെ ബാക്കി ഒരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ കണ്ണിലെല്ലാം ഈ അൺയൂഷ്വൽ തിങ്സ് ആണ് കാണുന്നത്. അപ്പം ഈവൻ അതിപ്പോ കുഞ്ഞു കാര്യങ്ങളാകാം, ഇപ്പൊ ഒരു ടൈലിനകത്തൊരു ഫെദർ കോട്ട് ക്യാച്ച് ചെയ്തേക്കുന്നതാകാം, അല്ലെങ്കിൽ ഒരു ലീഫ്, ജസ്റ്റ് ഒരു ലീഫിന്റെ കളർ ചേഞ്ചിങ് ആകാം, അല്ലെങ്കിൽ ഒരു ഹോഴ്സിന്റെ ബാക്കിൽ ഒരു ഹോഴ്സ് ഫ്ലൈ ഇരിക്കുന്നതാകാം, മേ ബി ഇഫ് ഇറ്റ് ഇസ് എ ഫിഗ് സ്ക്വാഷ്ഡ് ഓൺ ദി പേയ്മെന്റ്,
വോം ഹോൾ ഇൻ ദ ടേബിൾ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് എപ്പോഴും നമ്മുടെ മാർക്കോ വെൽഡോ നോട്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഒരു ദിവസം ഒരു മോർണിംഗ് അദ്ദേഹത്തിന് ജോലിക്കായിട്ട് എണ്ണീറ്റിരുന്ന സമയത്ത് അദ്ദേഹം ഒരു സോയിലിൽ അവിടെ, ഒരു ക്രസ്റ്റഡ് സോയിലിൽ അവിടെ ഒന്ന് നിൽക്കുകയും ആൻഡ് that followed the line of trees flanking the street here and there. അപ്പൊ by the roots of the trees, ആ ട്രീസിന്റെ റൂട്ട്സിന്റെ അടുത്ത് certain things is being emerging. ഒരു റൗണ്ടിഷ് ആയിട്ടുള്ള ഒരു ഒബ്ജക്ട് എന്താ എമർജ് ചെയ്ത് വരുന്നതായിട്ട് കാണാം അണ്ടർ ദി ഗ്രൗണ്ട്. സോ നമ്മുടെ മാർക്കോ വെൽഡോ അത് എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഹി ഈസ് ബെൻഡിങ് ഡൗൺ. അങ്ങനെ ബെൻഡ് ചെയ്യുന്ന സമയത്ത് he realizes that they were mushrooms, the real mushrooms that were sprouting in the very heart of the town. ആ ടൗണിന്റെ ഒത്ത നടുക്ക് ഇങ്ങനെ ഒരു മഷ്റൂംസ്, റിയൽ മഷ്റൂംസ് ആണ് അവിടെ സ്പ്രൗട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം വാസ് വെരി ഹാപ്പി. അദ്ദേഹം എന്തൊക്കെയോ ജനറസ് വിത്ത് ഹിഡൻ റിച്ചസ്, ആ ഒരു ഭയങ്കര എക്സ്പെക്ടേഷൻസ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പം he could still expect something from the life besides the hourly wages. ഇപ്പൊ കോൺട്രാക്ട് ബേസിസിൽ കിട്ടുന്ന പൈസയോ എമർജൻസി ഫണ്ടോ ഫാമിലി അലവൻസോ ഒന്നുമല്ലാണ്ട് അദ്ദേഹത്തിന് സംതിങ് അഡീഷണൽ ഇസ് കമ്മിങ് ടു ദിസ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം മഷ്റൂംസിനെ കാണുന്നത്. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇദ്ദേഹം ഈ എല്ലാ മഷ്റൂംസിന്റെ തോട്ട്സ് പുള്ളിയുടെ മനസ്സിൽ ഫുള്ള് കയറിയിട്ട് ഇദ്ദേഹം വർക്കിലെല്ലാം ആബ്സെന്റ് മൈൻഡഡ് ആവുകയാണ്. അങ്ങനെ ഹി ബിക്കംസ് ആബ്സെന്റ് മൈൻഡഡ് ദാൻ യൂഷ്വൽ. ഇദ്ദേഹം എപ്പോഴും ചിന്തിക്കുന്നത് ഈ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓൾ ഹീസ് തിങ്കിങ് അബൌട്ട് ഈസ് ദിസ് മഷ്റൂംസ്. ഈ ഒരു സ്ലോ ആയിട്ട് വളരുന്ന ഈ മഷ്റൂംസിനാണ് പുള്ളി ശ്രദ്ധിക്കുന്നത്. എന്നിട്ട് പുള്ളിയോട് തന്നെ പറയുകയാണ്, വൺ നൈറ്റ് ഓഫ് റെയിൻ വുഡ് ബി ഇനഫ്. അതായത് ഒരു രാത്രിയിലെ മഴ കൊണ്ട് ഇതൊന്ന് വളരാൻ നല്ല രീതിയിൽ ഓക്കെ ആയിട്ട് വളരാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെയുള്ള രീതിയിൽ പുള്ളി പറയണം. ആൻഡ് ദെൻ വുഡ് ബി റെഡി ടു പിക്ക്. അപ്പൊ ഒന്ന് രാത്രി മഴ പെയ്ത് കഴിഞ്ഞ് നമുക്കിത് പറിക്കാനുള്ള പരുവാകും എന്നൊക്കെ പുള്ളി ജോലി സ്ഥലത്ത് ഇങ്ങനെ പുള്ളിയുടെ മനസ്സിൽ മുഴുവൻ ഈ മഷ്റൂംസ് ആണ് മനസ്സിൽ മുഴുവൻ കിടക്കുന്നത്. അങ്ങനെ പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പുള്ളിയുടെ മിഡ് ഡേ മീലിന്റെ സമയത്ത് പുള്ളിയുടെ ഫാമിലിയെയും വൈഫിനെയും കുട്ടികളെയൊക്കെ വിളിച്ച് ഇത് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് പറയാണ്, ലിസൺ, ഈ ഒരു ഫ്രൈഡേ അല്ലെങ്കിൽ ഈ ഒരു വിത്തിൻ ദിസ് വീക്ക് നമ്മൾ മഷ്റൂംസ് ആയിരിക്കും കഴിക്കുന്നത്. വി വിൽ ബി ഈറ്റിംഗ് ഫ്രൈഡ് മഷ്റൂംസ് എന്ന് പറയും. അപ്പൊ ഈ കുട്ടികൾ ആലോചിക്കും ഇത് എവിടെ നിന്നാണ് ഈ മഷ്റൂംസ്. അപ്പൊ ഈ കുട്ടികൾ ചോദിക്കും വേർ ആർ ദീസ് മഷ്റൂംസ്. അപ്പൊ ഈ പുള്ളിയുടെ മനസ്സിൽ പുള്ളി ആലോചിക്കുന്നത് എന്താ, ഞാനിപ്പോ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ കുട്ടികളുടെ വല്ലോ എന്താ പറയുന്നത് ഏതെങ്കിലും ഒരു യൂഷ്വൽ ഗാങ് ഓഫ് കിഡ്സുമായിട്ട് എങ്ങാനും വന്ന് ഇത് എവിടെ നിൽക്കുന്നതെന്ന് അങ്ങനെ അറിഞ്ഞാൽ ഇത് എന്റെ കയ്യിൽ നിന്ന് മഷ്റൂംസ് പോകും. അപ്പൊ നമുക്ക് അവിടെ മനസ്സിലാവും ഒരു യൂണിവേഴ്സൽ ലവിൽ നിന്നും ഒരു ട്രൂ ലവ് അല്ലെങ്കിൽ ട്രൂ ഫീലിങ്സ് ഇൻ ഹേർട്ട് ഒരു അങ്ങനത്തെ ഒരു സ്റ്റേറ്റിൽ നിന്നും അദ്ദേഹത്തിന്റെ മനസ്സെല്ലാം മാറി എന്താണ് ജലസും സസ്പീഷ്യസ് ആയിട്ടുള്ള ഫിയറും എല്ലാം അവിടെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ പുള്ളിയുടെ കുട്ടികളോട് പറയത്തില്ല അതെവിടാണ്. അയാൾ പറയും എനിക്ക് മാത്രമേ അത് അറിയാവുള്ളൂ, അപ്പം ഞാൻ എന്തായാലും അത് കൊണ്ടുതരാം എന്നുള്ള രീതിയിൽ പുള്ളി പറയും. അതിനുശേഷം ഫോളോയിങ് ദ നെക്സ്റ്റ് മോർണിംഗ് പുള്ളി അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് വന്നിട്ട് മഷ്റൂം കുറച്ചുകൂടെ ഒക്കെ വലുതായി. അപ്പൊ പുള്ളിക്ക് ഒന്നുകൂടെ സന്തോഷമൊക്കെ ആയി. അങ്ങനെ അടുത്ത ദിവസം പുള്ളി ഇത് പോയി ജസ്റ്റ് ബെൻഡ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും പുറകിൽ ഒരാൾ നിൽക്കുന്ന കാണാം. ആ ആളെന്ന് പറയുന്നത് ഒരു അമാഡിഗി എന്ന് പറയുന്ന ഹിസ് നെയിം വാസ് അമാഡിഗി. ആൻഡ് ഫോർ എ ലോങ് ടൈം മാർക്കോവെൽഡോയ്ക്ക് വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഈ ഒരു അമാഡിഗി എന്ന് പറയുന്ന ഒരാള്. Perhaps he was irritated by those glasses that scrutinized the assaults of the street in order to eliminate all traces of the natural object. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് സാറ്റർഡേ ആയി. ആൻഡ് മാർക്കോവെൽഡോ സ്പെൻഡ് ഹിസ് ഫ്രീ ഹാഫ് ഡേ വാണ്ടറിംഗ് വിത്ത് എ കാഷ്വൽ എയർ. അവിടെയൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ആ ഒരു നൈറ്റിൽ ഇറ്റ് ഹാസ് റെയിൻഡ്. അപ്പം യൂഷ്വലി നമ്മുടെ പെസൻസ് എല്ലാം ഒരു ഫാമേഴ്സ് അല്ല പെസൻസ് എല്ലാം ഒരു രാത്രി മഴ പെയ്യുമ്പോൾ ഉള്ള സന്തോഷം ദ ജോയ് അവരുള്ളതിൽ പോലെയാണ് നമ്മുടെ മാർക്കോവെൽഡോ ആ ഒരു ടൗണിൽ ഒറ്റയ്ക്ക് ഹി സാറ്റ് അപ്പ് ഇൻ ബെഡ് ആൻഡ് കോൾഡ് ഔട്ട് ഹിസ് ഫാമിലി. ഇറ്റ്സ് റെയിനിങ്. പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പുള്ളി ഇരിക്കുന്നത്. സോ അറ്റ് ഡോൺ ഇറ്റ് വാസ് സൺഡേ. പുള്ളി നേരെ ഓടിച്ചെന്ന് ഒരു ബാസ്കറ്റ് ബോർഡ് ചെയ്തിട്ട് ഇത് മഷ്റൂംസ് പിക്ക് ചെയ്യാനായിട്ട് ചെല്ലുവാണ്, പ്ലക്ക് ചെയ്തെടുക്കാനായിട്ട് ചെല്ലുവാണ്. അങ്ങനെ പുള്ളി എടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ കുട്ടികൾ പറയാണ്, ഡാഡി ലുക്ക് ഹൗ മെനി ദാറ്റ് മാൻ ഹാസ് ടേക്കൺ. അപ്പൊ ഈ നമ്മുടെ അമാഡിഗി എന്ന് പറയുന്ന ഈ പുള്ളിയായിരുന്നു ഇത് ശരിക്കും നട്ടു വളർന്നത്. അപ്പൊ പുള്ളി എന്ത് ചെയ്യാണ്, പുള്ളി ഇത് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പിന്നെ അപ്പം ഈ ഒരു റോഡ് സ്വീപ്പർ ആയിട്ടുള്ള അമാഡിഗി ചോദിക്കാണ്, ആർ യു പിക്കിംഗ് ദം ടു ആർ യു എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ എന്നിട്ട് ചോദിക്കാൻ ദെൻ ദേ റിയലി ആർ ഗുഡ് ടു ഇറ്റ്, ഐ ഹാവ് പിക്ഡ് എ ഫ്യൂ. ഞാനും കുറച്ച് എടുത്തിട്ടുണ്ട്. ഇതിനേക്കാളും വലുത് നമ്മുടെ സ്ട്രീറ്റിന്റെ മറ്റൊരു സൈഡിൽ നിൽപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാൻ ഞാൻ എന്റെ റിലേറ്റീവ്സിനോടെല്ലാം ചെന്ന് പറയട്ടെ.
റിലേഷൻസിനോ അല്ലെങ്കിൽ എന്റെ പരിചയക്കാരോട് എല്ലാവരോടും ചെന്ന് പറയട്ടെ, അത് ചെന്ന് എടുക്കാൻ, ഇത് കഴിക്കാൻ നല്ലതാണ്. അപ്പൊ മാർക്കോകളുടെ ഭയങ്കര സ്പീച്ച്ലെസ് ആയിട്ട് നിൽക്കുകയാണ്. കാരണം ഇതിലും വലിയ മഷ്റൂംസോ, അത് പുള്ളി അറിയാണ്ട് എന്നുള്ള രീതിയിൽ ഈ ഒരു സ്ട്രീറ്റിൽ പുള്ളി അറിയാണ്ട് ഇതിലും വലിയ മഷ്റൂംസ് വളർന്നു. കാരണം നമുക്കറിയാം അദ്ദേഹം ഒരു നേച്ചറിനെ അത്രയും ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ പുള്ളി അറിയാണ്ട് അത് വളർന്നു എന്നുള്ള രീതിയിൽ പുള്ളി ഇങ്ങനെ ഭയങ്കര പുള്ളിക്ക് ഭയങ്കര റേജും ദേഷ്യവും എല്ലാം ആ സമയത്ത് കാണാൻ സാധിക്കും. അപ്പൊ പുള്ളിയുടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള അംബീഷൻ ആയിരുന്നു ഈ ഒരു മഷ്റൂംസിനെ സീക്കാനുള്ളത്. പക്ഷെ അതിപ്പോ എല്ലാവരും അറിഞ്ഞു, എല്ലാവർക്കും ഇതിലും ബിഗർ മഷ്റൂംസ് കിട്ടുന്നൊക്കെ ഉള്ളൊരു തോട്ട് പുള്ളിക്ക് വളരെ ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നി. സോ അത് നമുക്ക് അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത്, അങ്ങനെ നമ്മുടെ ഇദ്ദേഹം ഈ അമാഡിഗി എല്ലാരും വിളിച്ചുകൊണ്ട് ആ സ്ട്രീറ്റിലേക്ക് പോവാണ് ആ ബിഗർ മഷ്റൂംസ് എടുക്കാനായിട്ട്. അപ്പം നമ്മുടെ മർക്കോളയും കൂടെ പോവാണ്. അപ്പൊ മർക്കോള ചെന്ന് നോക്കുമ്പോൾ അവിടെ ഇഷ്ടംപോലെ ആളുകൾ കയ്യിൽ അംബ്രലയൊക്കെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. കാരണം അവിടുത്തെ വെദർ വാസ് സ്റ്റിൽ അൺസർട്ടൺ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അംബ്രലയൊക്കെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ദേ ഫൗണ്ട് ഇനഫ് മഷ്റൂംസ് ലെഫ്റ്റ് ഫോർ എവരിവൺ ആൻഡ് ഇൻ ദ ആബ്സൻസ് ഓഫ് ബാസ്കറ്റ്സ് ദേ പുട്ട് ദം ഇൻ ദെയർ ഓപ്പൺ അംബ്രലാസ്. കുറെ പേര് അംബ്രലാസിൽ ഇടുന്നുണ്ട്, കുറെ പേര് ബാസ്കറ്റിൽ എടുക്കുന്ന കാണാം. എന്നിട്ട് somebody said that it would be nice to have dinner all together, but everyone took his mushrooms and went back to his home. അതായത് ഇതിനകത്ത് ഒരാൾ പറയാണ് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഇത് കഴിക്കാൻ ഭയങ്കര രസമായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്ക് എല്ലാവരും അവരോട് മഷ്റൂംസ് എല്ലാവരും എല്ലാവരും വീട്ടിൽ പോയി കഴിഞ്ഞു. ബട്ട് ദെൻ സൂൺ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഹ്യൂമറസ്ലി നമുക്ക് കാണാം, എല്ലാവരും പെട്ടെന്ന് ഉടനെ തന്നെ മീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു സെയിം ഈവനിങ് തന്നെ ഒരു സെയിം ഹോസ്പിറ്റൽ വാർഡിൽ എല്ലാവരും തമ്മിൽ കാണുകയാണ്. കാരണം അവർക്ക് എല്ലാവർക്കും സ്റ്റൊമക് ഇഷ്യൂസ് ഉണ്ടാകുകയാണ്. ആൻഡ് ആഫ്റ്റർ ദ സ്റ്റൊമക് പമ്പ് that had saved them from all being poisoned, though not very seriously because the quantity of fungi eaten by each one was very small. അപ്പം അവിടെ എല്ലാവർക്കും ഒരു ഫുഡ് പോയിസൺ, ഒരു സ്റ്റൊമക് ഇഷ്യൂസ് ഒക്കെ വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ദെൻ വി ക്യാൻ സീ ദാറ്റ് ഇൻ ദ എൻഡ് മാർക്കോ വെൽഡോ ആൻഡ് അമഡിഗി were in adjoining beds and scowled at one another. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി എന്ത് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു മഷ്റൂംസ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോറിയിൽ ഇറ്റ് ഈസ് ട്രാൻസ്ലേറ്റിംഗ് ദംസെൽസ് ഇൻ ടു പോയിസണൽ സ്റ്റഫ് ഗെറ്റ് ബാക്ക് അറ്റ് മാൻ ആൻഡ് ഹിസ് മെക്കാനിസ്റ്റിക് വേൾഡ് വ്യൂ. അതായത് നാച്ചുറൽ വേൾഡിന്റെ മോഡിഫിക്കേഷനും അതോടൊപ്പം തന്നെ നാച്ചുറൽ വെജിറ്റേഷന് കണ്ടാമിനേഷനും ഒക്കെ നമുക്ക് ഈ ഒരു ഷോർട്ട് സ്റ്റോറിക്കകത്ത് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നാച്ചുറൽ വേൾഡിന്റെ ലോസ് ഓഫ് നാച്ചുറൽ വേൾഡ്, അത് എസ്പെഷ്യലി ദ പ്രീ മോഡേൺ നാച്ചുറൽ വെജിറ്റേഷൻ, ഒരു ഹ്യൂജ് കൾച്ചറൽ ചേഞ്ച് നമുക്ക് ഈ ഒരു ഷോർട്ട് സ്റ്റോറിക്കകത്ത് അത് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദ ടെക്നോളജി കോൺട്രിബ്യൂട്ടഡ് ടു ദ ഗ്രോത്ത് ഓഫ് ഫാസിസം, ടോട്ടാലിറ്റേറിയനിസം, capitalism and has altered our understanding of the subjective aspect of nature. നമ്മുടെ എല്ലാം നേച്ചറിനോടുള്ള നമ്മൾക്കെല്ലാം നേച്ചറിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു തിരിച്ചറിവ് പോലും മാറിക്കഴിഞ്ഞിരിക്കുന്നുള്ളത് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ഒരു ഇക്വിലിബ്രിയം, ദർ ഇസ് എ ഡിസ്റ്റർബൻസ് ഓഫ് ഇക്വിലിബ്രിയം ഇൻ ദ മോഡേൺ വേൾഡ്. അത് മാർക്കോ വെൽഡോയുടെ ക്യാരക്ടറിൽ തന്നെ അത് വിസിബിൾ ആണ്. when he is food poisoned along with other city dwellers and is forced to go to the hospital. ഇവിടെ മഷ്റൂംസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് എന്തായിട്ട് അവർ കാണുന്നുണ്ട്, ഒരു എക്സ്ട്രാ പ്രിവിലേജ് ആയിട്ടോ അല്ലെങ്കിൽ ഈവൻ മാർക്കോ ഈസ് ഹിപ്നോട്ടൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് ദിസ് മഷ്റൂംസ്. അത് അദ്ദേഹത്തിന്റെ തോട്ട്സ് പോലും കൺട്രോൾ ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് ഈ ഒരു നോവൽ അല്ലെങ്കിൽ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിട്ടും ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് പിന്നെ കാണാൻ, അതായത് ക്യാപിറ്റലിസം, ഫ്രീ എന്റർപ്രൈസ്, പ്രൈവറ്റൈസേഷൻ, ഡെമോക്രസി. അപ്പൊ ദാറ്റ് വാസ് ദ വേ ഓഫ് ഫ്യൂച്ചർ. ഇറ്റാലോ കാൽവിനോ however depicted socialism as the ideal government structure. It was dependable and he conveyed his trust of socialism in his tale Mushrooms in the City. അപ്പൊ അദ്ദേഹം സോഷ്യലിസത്തിനെയാണ് ഈ ക്യാപിറ്റലിസത്തിന് മുകളിൽ പ്ലേസ് ചെയ്യുന്നുള്ള ഒരു ഹോൾ തീമാണ് ഈ ഒരു മഷ്റൂംസ് ഇൻ ദ സിറ്റി എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയിലൂടെ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ദിസ് ഇസ് ഓൾ അബൌട്ട് ദിസ് ഷോർട്ട് സ്റ്റോറി മഷ്റൂംസ് ഇൻ ദ സിറ്റി ബൈ ദ റൈറ്റർ ഇറ്റാലോ കാൽവിനോ. And if you need any notes regarding this particular story, you can send an email which is given in the description box. So study hard and take care all.